ഇന്നത്തെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു. ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പറഞ്ഞേ മതിയാവുകയുള്ളൂ. 4 ആൾക്കാരെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പവർ ടീമിന്റെ ഭാഗത്തു നിന്ന് 2 തിരഞ്ഞെടുപ്പുകൾ, 1 ഗബ്രിയും 2 ജിൻഡോയുമാണ്. ഗബ്രിയെ അവർ ജയിലിലേക്ക് വിടുവാൻ വേണ്ടി കണ്ടെത്തിയ കാരണം എന്താണെന്നറിയാമോ? ഗബ്രി ആക്റ്റീവാണ്, പക്ഷേ ഇച്ചിരിയുടെ ആക്റ്റീവ് ആകാനുണ്ട്. എന്തൊരു സ്നേഹമാണ് ഇവർക്ക് ഈ ഗബ്രിയോട്. ഗബ്രിയുടെ പേര് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ സായി പറയുന്നുണ്ട്, എനിക്ക് വ്യക്തിപരമായിട്ട് ഗബ്രി എന്ന ഗെയിമറെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അയാൾ കുറച്ചുകൂടി ആക്റ്റീവ് ആകേണ്ടതുണ്ട്. ഈ പുള്ളിയെ ആക്റ്റീവ് ആക്കി കപ്പടിപ്പിക്കാൻ വേണ്ടിയാണ് സായി അതിനകത്ത് എത്തിയത് എന്നുള്ള ഒരു രീതിയിലാണ് സായിയുടെ സംസാരം കേട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയം ബിഗ് ബോസ് പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ്. ബിഗ് ബോസ് പറഞ്ഞത് ഗെയിമിൽ ഒട്ടും തന്നെ ആക്റ്റീവ് അല്ലാതിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യുവാൻ വേണ്ടി തയ്യാറാവുക. ഞാൻ പല ആവർത്തിയായിട്ട് ഈ കാര്യം എല്ലാ നോമിനേഷനിലും ആവർത്തിച്ചു പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാര്യത്തോടെടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടം മാത്രമാണുള്ളത് എന്ന് ബിഗ് ബോസ് എടുത്തു പറയുകയും ചെയ്തു. ഇത് കേട്ടിട്ട് പവർ റൂമിനകത്തേക്ക് കയറിയിട്ട് സായി പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. സായി പറഞ്ഞത്, ബിഗ് ബോസിന്റെ അഭിപ്രായം പറഞ്ഞു, എല്ലാ ആഴ്ചയിലും ബിഗ് ബോസ് പറയുന്നതാണ്, എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഒന്നുകൂടി അത് ഓർപ്പിക്കുകയാണ്, വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാം, ഇല്ലെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞതുപോലെ നമുക്ക് ആക്റ്റീവ് അല്ലാത്തവരെ ചെയ്യാം. ഇതാണോ അതിന്റെ അർത്ഥം? ബിഗ് ബോസ് പറഞ്ഞതിന്റെ അർത്ഥം ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരെ, ഇവിടെ നിൽക്കാൻ യോഗ്യത ഇല്ലെന്ന് തോന്നുന്ന ആൾക്കാരെ, അവരെയാണ് നിങ്ങൾ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത്. ഞാൻ പല ആവർത്തി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടില്ല. നിങ്ങൾ അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിനെ പോലും എത്ര വിദഗ്ധവും മനോഹരവുമായ രീതിയിലാണ് സായി മാനിപ്പുലേറ്റ് ചെയ്ത് ബാക്കിയുള്ള വാഴകൾ, കൂടെ നിൽക്കുന്ന നന്ദന, ശരണ്യ, ശ്രീരേഖ ഇവരെ അടിച്ചേൽപ്പിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഗബ്രിയേക്കാൾ എത്രയോ താഴെ നിന്നുകൊണ്ടാണ് സായി അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗബ്രി ആ വീടിനകത്തുള്ള ഏത് വിഷയങ്ങളിലാണ് തലയിടാതിരിക്കുന്നത്? എന്ത് കാര്യത്തിലാണ് അദ്ദേഹം ആക്റ്റീവ് അല്ലാതെ മാറിയിരുന്നിട്ടുള്ളത്? അത് വെച്ച് നോക്കുമ്പോൾ സായി എവിടെയാണ് നിൽക്കുന്നത്? സായിക്ക് സായിയുടെ കാര്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു വിഷയത്തിലും സായി പോയി ഹെഡ് ചെയ്യുന്നതോ അവിടെ ആക്റ്റീവ് ആകുന്നതോ ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഇവിടെ ഇപ്പോൾ സായി പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് അയാൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആക്റ്റീവ് അല്ല, അയാൾ ആക്റ്റീവ് ആകട്ടെ, അയാളെ ഒന്ന് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആക്റ്റീവായി വരും. ആ ആക്റ്റീവ് എന്നുള്ളത് കൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്? അതായത് കഴിഞ്ഞ ആഴ്ച വരെ വാഴയുടെ ചോട്ടിലും ഒഴിഞ്ഞ മൂലയ്ക്കുമെല്ലാം പോയി ഗബ്രി ജാസ്മിൻ ഉമ്മ കൊടുത്തും കെട്ടിപ്പിടിച്ചും നടക്കുകയായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പരിപാടികളൊന്നും കാണുന്നില്ല. ആ മേഖലയിൽ അയാൾ ഒട്ടും ആക്റ്റീവ് അല്ല. അതുകൊണ്ട് അയാളെ ജയിലിൽ ഒന്നിട്ട് ട്രിഗർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ വീണ്ടും ആ പരിപാടിയിലേക്ക് വരും എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ തന്നെയാണ് അയാൾ വാഴച്ചോട്ടിലിരുന്ന് പ്രണയവും സെക്സും ഒക്കെ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ പറയണ്ടേ ഒരാളിനെ ജയിലിനകത്തേക്ക് വിടാൻ? അമ്പെ പരാജയമാണ് ഈ പവർ ടീം എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. രണ്ടാമത് ജിൻഡോയാണ്. ജിൻഡോ സായിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് സായിക്കെതിരായിട്ട് സംസാരിച്ചു. അയാളുടെ രോഗാവസ്ഥ മനസ്സിലാക്കാതെ സംസാരിച്ചു എന്നുള്ളതാണ് പവർ ടീമിന്റെ മുൻപിൽ ആക്ഷൻ എടുക്കുവാൻ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര മോശവും വൾഗറുമായിട്ടുള്ള വാക്കുകൾ അവിടെ പറഞ്ഞ പല ആൾക്കാരുമുണ്ട്. അവർക്കെതിരെ ഒന്നും ഇതുപോലുള്ള നടപടികളൊന്നും എടുത്ത് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ചേർന്നിട്ട് സിജോയെയും നമ്മുടെ അഭിഷേക് ശ്രീകുമാറിനെയും കൂടിയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നീതിയുക്തമായ ഒരു തീരുമാനം വന്നത് അഭിഷേകിന്റെ കാര്യത്തിൽ മാത്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അയാൾ ഒട്ടും ആക്റ്റീവ് അല്ല. ഒട്ടും ആക്റ്റീവ് അല്ലാത്തയാൾ അവിടെ ഇരുന്നു കൊണ്ട് വളരെ ആക്റ്റീവായ പല ആൾക്കാരെയും ആക്റ്റീവ് അല്ല എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ടാകുന്ന വൈരുദ്ധ്യമൊക്കെ കണ്ടിട്ട് അയാൾക്കൊന്നും തോന്നുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ കാണുന്ന നമുക്കൊക്കെ ചിരി വരികയാണ്. അയാളുടെ കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനമെടുത്തത്. പക്ഷേ ആക്റ്റീവ് അല്ലാത്തവരുടെ കൂട്ടത്തിൽ സിജോയെ കൂടി ഉൾപ്പെടുത്തി അതിനവർ കണ്ടെത്തിയ മാർഗം ഇതാണ്, അയാൾ കാട്ടുതീയാണെന്ന് പറഞ്ഞു പോലും. സിജോ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചു നിന്നപ്പോൾ വന്ന ഫ്ലോയിൽ ഞാനൊരു കാട്ടുതീയാകാൻ പോവുകയാണ് എന്നെൻ്റെ വായിൽ നിന്ന് വീണുപോയതാണ്, അതിനെ ഇത്രയും പൊക്കിപ്പിടിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. എന്തായാലും സിജോ കാട്ടുതീയാകാത്തിടത്തോളം കാലം ആ വീട്ടിൽ ആക്റ്റീവ് അല്ല എന്നുള്ളതാണ് ഇവരുടെയൊക്കെ വിലയിരുത്തൽ. അതിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയും ചെയ്തു, കാട്ടുതീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ ഒഴിച്ച് കാട് കത്തിക്കുന്ന ഒരു സംഭവമല്ല, ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് പൊടുന്നനമേ സംഭവിക്കുന്ന കാര്യമാണ് കാട്ടുതീ. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഒട്ടും ആക്റ്റീവ് അല്ലാത്ത റസ്മിൻ പോലും പറഞ്ഞു, കാട്ടുതീയാണെന്ന് പറഞ്ഞിട്ട് ആക്റ്റീവ് അല്ലാതിരിക്കുന്ന നിങ്ങളാണ് ജയിലിൽ പോകേണ്ടതെന്ന്. ഇതിനെയൊക്കെ എവിടുന്ന് ഇറക്കി കൊണ്ടുവന്നു എന്ന് ദൈവത്തിനറിയാം.